ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും വളരെയധികം ആവശ്യം വരുന്ന രണ്ട് മൂന്ന് സർട്ടിഫിക്കറ്റുകളാണ് ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റുകൾ. ജനന മരണം സംബന്ധിച്ച് സാധാരണമായി അറിയേണ്ടതായ കാര്യങ്ങൾ 21 ദിവസത്തിനുള്ളിലാണ് ജനനവും മരണവും നമ്മൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അത് ആശുപത്രിയിലാണ് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി ആശുപത്രിക്ക് അത് രജിസ്റ്റർ ചെയ്യുന്നതിന് ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് ആശുപത്രിയിൽ നിന്നും അത് ചെയ്തിരിക്കും. പിന്നീട് നമ്മൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ അതിൻ്റെ ജനന തീയതി അറിയിച്ച് ജനന സ്ഥലം അല്ലെങ്കിൽ മരണസ്ഥലവും കൂടി ചേർത്ത് അറിയിച്ചു കഴിഞ്ഞാൽ തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും നമുക്കതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതിനിപ്പോൾ ഓൺലൈനായിട്ട് സംവിധാനങ്ങളുണ്ട്. പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ പോകാതെ തന്നെ നമുക്ക് സ്വന്തമായി നമ്മുടെ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററുകളിൽ നിന്നോ ഈ ജനന മരണ സമയം, തീയതി അതുപോലെയുള്ള ഏത് സ്ഥലം ഒക്കെ കൃത്യമായി അറിയിച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് അല്ലാത്തൊരു സാഹചര്യത്തിൽ വീട്ടിൽ വെച്ച് ഒരു മരണം അല്ലെങ്കിൽ അപൂർവമായി ജനനം സംഭവിക്കുകയാണെങ്കിൽ 21 ദിവസം വരെ സാധാരണഗതിയിൽ സമയമുണ്ട്. വളരെ ചെറിയ ഒരു ഫൈനോടുകൂടി 30 ദിവസം വരെ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതിന് കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ജില്ലാ രജിസ്ട്രാറുടെ അനുമതിയോടുകൂടി മാത്രമേ നമുക്ക് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് നമുക്ക് 1 വർഷം വരെ സമയമുണ്ട്. ജില്ലാ രജിസ്ട്രാർ ആക്കി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അതാത് ജില്ലകളിലെ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർമാരാണ്. അപ്പോൾ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ കോർപ്പറേഷനിലോ പഞ്ചായത്തിലോ 30 ദിവസത്തിന് ശേഷം രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ജനനം അല്ലെങ്കിൽ മരണത്തിൻ്റെ രജിസ്ട്രേഷൻ്റെ അനുവാദം നൽകേണ്ടത് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ആ 1 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് 1 വർഷത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് RDOയുടെ അനുമതിയോടുകൂടി മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ തദ്ദേശ സ്ഥാപനത്തിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ RDOക്ക് അനുമതി കൊടുക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള ഒരു കാര്യം. RDOയുടെ അനുമതിക്കായി അപേക്ഷ നൽകുക എന്നുള്ളത് അത്ര വലിയ പ്രയാസമുള്ള ഒരു കാര്യമല്ല. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ RDOയെ സമീപിക്കുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഒന്ന്, വെറുതെ വെള്ളക്കടലാസിൽ എഴുതിയ ഒരു അപേക്ഷയിലെ മാറ്റർ എന്ന് പറയുന്നത് എൻ്റെ ഇന്നയാളുടെ ബന്ധുവിൻ്റെ മകൻ്റെ അല്ലെങ്കിൽ സഹോദരൻ്റെ ജനനം അല്ലെങ്കിൽ മരണം കൃത്യസമയത്ത് 1 വർഷത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചില്ല, ആയത് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അനുമതി നൽകണമെന്നുള്ളതാണ് അപേക്ഷയിലെ വിഷയം. രണ്ടാമത്തെ കാര്യം, ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് നമ്മൾ ആ തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും വാങ്ങിയിരിക്കണം. നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നാണ് അതിന് പറയുക. ഈ നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും വാങ്ങിയതിന് ശേഷം വേണം നമ്മൾ ഈ അപേക്ഷയോടൊപ്പം RDO ഓഫീസിലേക്ക് പോകേണ്ടത്. ചിലപ്പോൾ തദ്ദേശ RDOയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയം തോന്നുകയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും NLC നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് RDOയ്ക്ക് വേണമെങ്കിൽ നിർദ്ദേശിക്കാവുന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഇതിന് ഒരു പ്രിസ്ക്രൈബ്ഡ് മാറ്ററുണ്ട്. ആ മാറ്റർ RDO ഓഫീസുകളിൽ നിന്നോ അല്ലെങ്കിൽ ജനസേവന കേന്ദ്രങ്ങളിൽ നിന്നോ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ മാറ്റർ ഒരു 100 രൂപയുടെ മുദ്രപത്രത്തിൽ ടൈപ്പ് ചെയ്ത് നമ്മളതിൽ ഒപ്പിട്ട് ഗസ്റ്റഡ് ഓഫീസറോ നോട്ടറിയോ അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം വേണം RDOയെ സമീപിക്കുന്നതിന്. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ RDO ഓഫീസിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്. ഒന്ന്, RDOയ്ക്കുള്ള ഒരു സാധാരണ അപേക്ഷ. 2, തദ്ദേശ സ്ഥാപനത്തിൽ നിന്നുമുള്ള നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ്. 3, മുദ്രപത്രത്തിൽ ഒപ്പിട്ട് അറ്റസ്റ്റ് ചെയ്ത സത്യവാങ്മൂലം. ഇത്രയും കാര്യങ്ങളുമായി നമ്മൾ നേരിട്ട് ചെല്ലുകയാണെങ്കിൽ ബന്ധപ്പെട്ട വില്ലേജിലേക്ക് RDO റിപ്പോർട്ടിന് വേണ്ടി പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ തന്നെ ബൈ ഹാൻഡായി അത് തരുന്നതാണ്. അങ്ങനെ കൊടുക്കാറുണ്ട്. ഈ റിപ്പോർട്ട്
വില്ലേജ് ഓഫീസർ അന്വേഷണം നടത്തി ഈ ജനനം അല്ലെങ്കിൽ മരണം ശരിയാണെന്നുള്ളത് ബോധ്യപ്പെട്ടതിന് ശേഷം നമുക്ക് ആ റിപ്പോർട്ട് തഹസിൽദാർ വഴി അത് RDOക്ക് ചെല്ലുന്നതാണ്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വേണം RDO അനുമതി നൽകുന്നത്. ഇത്തരത്തിൽ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് തദ്ദേശ സ്ഥാപനത്തിൽ ജനനം അല്ലെങ്കിൽ മരണം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മൂന്നാമതായി വിവാഹമാണ്. അത് പൊതുവിവാഹ ചട്ടങ്ങൾ പ്രകാരമാണ് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത്. അതിന് നമുക്ക് സാധാരണയായി നോർമലായി 45 ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്ഥാപനത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 45 ദിവസം കഴിഞ്ഞാലും ചെറിയ ഒരു ഫീസ് അടച്ച് 5 വർഷം വരെ നമുക്ക്, പ്രത്യേകിച്ച് ഹയർ അതോറിറ്റികളുടെ അനുമതിയില്ലാതെ 5 വർഷം വരെ നമുക്ക് തദ്ദേശ സ്ഥാപനത്തിൽ ചെയ്യുന്നതിനുള്ള സൗകര്യം ഇപ്പോഴുണ്ട്. മുമ്പ് 1 വർഷമായിരുന്നു, ഇപ്പോൾ 5 വർഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് വിവാഹം നടന്ന സ്ഥലം സംബന്ധിച്ചും തീയതി സംബന്ധിച്ചും വ്യക്തമായ ഒരു സാക്ഷ്യപത്രം അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അത് ഒരുപക്ഷെ മതസ്ഥാപനങ്ങളിൽ നിന്നുമാകാം, പള്ളിയുടെയോ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെയോ ചർച്ചിൻ്റെയോ ഒക്കെ മതസ്ഥാപനങ്ങളിൽ നൽകുന്ന സർട്ടിഫിക്കറ്റും ഇക്കാര്യത്തിൽ സ്വീകാര്യമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും മതമില്ലാതെ വിവാഹം കഴിച്ചവർക്ക് അത് ഹോളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലമാണെങ്കിൽ അവിടെ നിന്നുള്ള ഒരു സാക്ഷ്യപത്രം ഇതിന് ഉപയോഗിക്കാം. അതുകൂടാതെ നമ്മുടെ വയസ്സ് തെളിയിക്കുന്നതിന് പാസ്പോർട്ടോ അല്ലെങ്കിൽ SSLC ബുക്കോ അത്തരം രേഖകൾ ആവശ്യമായി വരും. പിന്നെ നമ്മുടെ ഫോട്ടോ. ഇപ്പോൾ ഓൺലൈനായിട്ടാണ് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത്. ഓൺലൈനായിട്ട് ഡാറ്റാസൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിനും ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യുന്നതിനും ഓൺലൈൻ കേന്ദ്രങ്ങളായിരിക്കും സൗകര്യം. നമ്മുടെ ഫോണിൽ നിന്നും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് അത്യാവശ്യമായി നമുക്ക് പലപ്പോഴും ആവശ്യം വരുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ.